ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 ഇവൻറ്റ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ളത്. ഫസ്റ്റ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് the formation of male and female gametes and gamete transfer. Second is fertilization. Fertilization is the fusion of male and female gamete. Third, post-fertilization events. It includes embryogenesis, formation of endosperm, formation of seeds and fruits. ഇതിൽ എൻഡോസ്പേം ഫോർമേഷൻ വരെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താണ് ഒരു സീഡ്? ഫെർട്ടിലൈസ്ഡ് ripened ovule is the seed. Seeds are seen only in gymnosperms and angiosperms. Plant kingdomത്തിൽ ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും മാത്രമേ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സീഡ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, എംബ്രിയോ. രണ്ടാമത്തേത്, ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്ന പാർട്ട്. 3, സീഡ് കോട്ട്. എന്തൊക്കെയാണ് സീഡിന്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് ഈസ് ദ nourishment of embryo. Second, dispersal to a new location. പുതിയ ഒരു ലൊക്കേഷനിലേക്ക് വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നു. Third, dormancy during unfavorable seasons. Unfavorable seasonsൽ വിത്തുകൾ മുളയ്ക്കാത്ത ഒരവസ്ഥയിലായിരിക്കും. ഇതിനെയാണ് ഡോർമൻസി പീരീഡ് എന്ന് പറയുന്നത്. Fourth one, seeds generate new genetic combinations leading to variations. സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് കാരണം പുതിയ ജനറ്റിക് കോമ്പിനേഷൻസ് ഉണ്ടാകുന്നു. അതായത് മെയിൽ പേരന്റിൽ നിന്നും ഫീമെയിൽ പേരന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. മിക്കവാറും എല്ലാ സീഡ്സിലും എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ന്യൂസെല്ലസ് ഒരു തിൻ ഫിലിം ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ബ്ലാക്ക് പെപ്പർ പോലെയുള്ള ചില വിത്തുകളിൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസെല്ലസ് കാണപ്പെടുന്നു. ഈ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെയാണ് പെരിസ്പേം എന്ന് വിളിക്കുന്നത്. ഇതൊരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. നമുക്കറിയാം ന്യൂസെല്ലസ് ഒരു ഡിപ്ലോയിഡ് ടിഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ പെരിസ്പേമും ഡിപ്ലോയിഡ് തന്നെ. ഫേവറബിൾ കണ്ടീഷൻസിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സീഡ്ലിങ്സിന് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അൺഫേവറബിൾ സീസൺസിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. സീഡ് ഡോർമൻസി ഈസ് ആൻ ഇവല്യൂഷണറി അഡാപ്റ്റേഷൻ ദാറ്റ് പ്രിവെന്റ്സ് seeds from germinating during unsuitable ecological conditions. എന്തൊക്കെയാണ് സീഡ് ഡോർമൻസിക്ക് കാരണമാകുന്നത്? ഫസ്റ്റ്, സീഡ് കോട്ട് പ്രിവെന്റ്സ് ഓക്സിജൻ or water permeating into the seed. 2, dormancy is caused by inhibiting chemicals inside the seed. Third, physiological conditions causing internal dormancy arise from the presence of germination inhibitors inside the seed. Advantages of seed dormancy. In temperate zones, the dormancy of seeds help the plants to tide over severe cold, which may be injurious for their vegetative and reproductive growth. In tropical regions, the dormancy of seeds resulting from their impermeable seed coats ensures good chances for survival during water stress. Viability of seeds. എന്താണ് വയബിലിറ്റി? ഫേവറബിൾ കണ്ടീഷൻസിൽ ജെർമിനേറ്റ് ചെയ്യാനുള്ള സീഡിൻ്റെ എബിലിറ്റിക്കാണ് വയബിലിറ്റി എന്ന് പറയുന്നത്. ചില സ്പീഷീസുകളിൽ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ സീഡ് വയബിൾ ആയിരിക്കുകയുള്ളൂ.
എന്നാൽ മറ്റ് ചില സീഡ്സ് വർഷങ്ങളോളം വയബിളായി കാണപ്പെടുന്നു. അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന പ്ലാന്റിൻ്റെതാണ്. ഇത് ആർട്ടിക് ടുണ്ട്രയിൽ നിന്നും കണ്ടെത്തിയതാണ്. ഇതിൻ്റെ വിത്തുകൾ 10,000 വർഷത്തെ ഡോർമൻസി പീരീഡിന് ശേഷം മുളയ്ക്കുകയും ഫ്ലവറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് പാമിൻ്റെതാണ്. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ അറ്റ് കിങ് ഹെറോഡ്സ് പാലസ് നിയർ ദി ഡെഡ് സീ. സാധാരണയായി മിയോസിസിലൂടെ ഗ്യാമീറ്റ് ഫോമേഷനും ഗ്യാമീറ്റ് ഫ്യൂഷനും നടന്നതിന് ശേഷമാണ് സീഡ്സ് ഫോം ചെയ്യുക. എന്നാൽ ചില സ്പീഷീസുകളിൽ ഡിപ്ലോയിഡ് എഗ്ഗ് ഫോം ചെയ്യുകയും ഇത് റിഡക്ഷൻ ഡിവിഷന് വിധേയമാകാതെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സും ഇവിടെ നടക്കുന്നില്ല. ഇങ്ങനെ സീഡ്സ് ഫോം ചെയ്യുന്നതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോമിക്സിസ് is the mechanism of seed production without involving the process of meiosis and syngamy. അപ്പോമിക്റ്റിക് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മിയോസിസോ ഫെർട്ടിലൈസേഷനോ നടക്കാതെയാണ്. ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നും എംബ്രിയോസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന എങ്ങൺസിന് പേരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. Importance of apomixis. Apomixis plays an important role in hybrid seed production. The method of producing hybrid seeds by cultivation is very expensive for farmers. Apomixis prevents the loss of specific characters in the polyembryony. Is the production of 2 or more embryos in one seed. ഒരു സീഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഉള്ള അവസ്ഥയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി എക്സിസ്റ്റൻസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് മോർ ദാൻ 1 എംബ്രിയോ സാക്ക്. ഒന്നിൽ കൂടുതൽ എംബ്രിയോ സാക്കുകൾ ഉണ്ടാകും. എല്ലാത്തിലും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഓരോന്നിലും എംബ്രിയോസ് ഫോം ചെയ്യുകയും ചെയ്യും. ഒരു ഓവ്യൂളിലാണ് ഒന്നിലേറെ എംബ്രിയോ സാക്കുകൾ കാണപ്പെടുന്നത്. The second is the origin of embryos outside the embryo sac. എംബ്രിയോ സാക്കിന് പുറമേയുള്ള ന്യൂസെല്ലാർ സെൽസിൽ നിന്നും എംബ്രിയോസ് ഫോം ചെയ്യപ്പെടുന്നു. തേർഡ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് 2 or more embryos ഫ്രം എ സിംഗിൾ ഫെർട്ടിലൈസ്ഡ് എഗ്. ഒരു സൈഗോട്ടിൽ നിന്നും ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഫോം ചെയ്യപ്പെടുന്നു. Then significance of polyembryony. Polyembryony increases the probability of survival under varied conditions. ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഉണ്ടെങ്കിൽ അൺഫേവറബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ പോലും ഒന്നെങ്കിലും സർവൈവ് ചെയ്യും. സെക്കൻഡ്, ന്യൂസെല്ലാർ polyembryony is the only practical approach to raise virus-free clones of citrus species in nature. വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സിട്രസ് പ്ലാന്റ്സിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ക്യാൻ ഓൾസോ ബി ഒബ്റ്റെയിൻ ത്രൂ ന്യൂസെല്ലാർ എംബ്രിയോ കൾച്ചർ. ടൈപ്പ് ഓഫ് സീഡ്സ്. എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂ ആണ് എൻഡോസ്പേം. എൻഡോസ്പേം യൂട്ടിലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ സീഡ്സിനെ 2ആയി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ്, ആൽബുമിനസ് സീഡ്. സീഡ് മെച്യൂറായി കഴിയുമ്പോഴും ജേർമിനേറ്റ് ചെയ്യുന്ന സമയത്തും എൻഡോസ്പേം ഉണ്ടെങ്കിൽ അവയെ ആൽബുമിനസ് സീഡ് എന്നാണ് വിളിക്കുന്നത്. കോക്കനട്ട്, വീറ്റ് മുതലായവയാണ് എക്സാമ്പിൾസ്. സെക്കൻഡ് ഈസ് എക്സ് ആൽബുമിനസ് സീഡ്. സീഡ് മെച്ചുറാകുമ്പോഴേക്കും എൻഡോസ്പേം പൂർണ്ണമായും എംബ്രിയോ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ജേർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡോസ്പേം സീഡ്സിൽ ഉണ്ടായിരിക്കില്ല. ബീൻസ്, പീ എക്സെട്ര ആർ എക്സാമ്പിൾസ്.
Fruit is the mature ripened ovary. Ovary wall develops into fruit wall. Fruit wall is called pericarp. Functions of pericarp. It provides protection to the seed. Pericarp of most of the fruits are edible. It is consumed by animals and birds and does help in seed dispersal. ഫ്രൂട്ട് വാളിനെയാണ് പെരികാർപ്പ് എന്ന് വിളിക്കുന്നത്. ചില ഫ്രൂട്ട്സിൽ പെരികാർപ്പ് ഫ്ലഷി ആയിരിക്കും. മാംഗോ, ടൊമാറ്റോ മുതലായവയിൽ ഫ്ലഷി ആയിട്ടുള്ള പെരികാർപ്പാണുള്ളത്. ഇത്തരം ഫ്രൂട്ട്സിനെ ഫ്ലഷി ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ പയറ്, ഗ്രൗണ്ട്നട്ട് മുതലായവയിൽ പെരികാർപ്പ് ഡ്രൈ ആണ്. ഫ്രൂട്ട് മെച്ചുറായി കഴിയുമ്പോൾ ഫ്രൂട്ട് വാൾ ഡ്രൈ ആകുന്നു. ഇത്തരം ഫ്രൂട്ട്സിനെ ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറയുന്നു. There are 3 types of fruits: true fruits, false fruits and parthenocarpic fruits. True fruit develop from the ovary. Example: mango, lemon, tomato, etc. False fruit develop from any part of flower other than ovary. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ തലാമസിൽ നിന്നുമായിരിക്കും. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ മുതലായവയിലൊക്കെ തലാമസിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുക. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഓവറി ഫ്രൂട്ടായി ഡെവലപ്പ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കാരണം ഓവ്യൂൾസിൽ നിന്നും സീഡ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവയെല്ലാം സീഡ്ലെസ് ഫ്രൂട്ട്സ് ആയിരിക്കും. എക്സാമ്പിൾസ്: ബനാന, പൈനാപ്പിൾ, സീഡ്ലെസ് വാട്ടർമെലോൺ, ഗ്രേപ്സ്, എക്സെട്ര. സ്ട്രോബെറി, ടൊമാറ്റോ, ഗ്രേപ്സ്, ഓറഞ്ച് മുതലായവയുടെ യങ് അൺപോളിനേറ്റഡ് ഓവറീസിൽ പ്ലാന്റ് ഹോർമോൺസ് ആയ ഓക്സിൻസ്, ജിബറലിൻസ്, സൈറ്റോകൈനിൻസ് മുതലായവ സ്പ്രേ ചെയ്യുന്നത് വഴി പാർഥനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഇൻഡ്യൂസ്ഡ് പാർഥനോകാർപ്പി എന്നാണ് വിളിക്കുന്നത്.